ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ ഷമാം ഫ്രൂട്ട് അല്ലെങ്കിൽ മസ്ക് മെലൻ വെച്ചിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഷമാം ഫ്രൂട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ ഒരു ഹാഫ് പാർട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പം ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ വെള്ളരിക്കയിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് കുരുവൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഈ കുരു നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുരു എടുത്ത് കളഞ്ഞാലും മതി. ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് കുരുവൊക്കെ മാറ്റുന്നത്. ഈ കുരു ജ്യൂസ് അടിക്കുന്നതിലെങ്ങാനും പെട്ടുപോയാൽ നല്ല കൈപ്രസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് എല്ലാ കുരുവും നന്നായി മാറ്റുക. അപ്പൊ ഞാൻ ഇതൊക്കെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലുള്ള ഈ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതും ഈ സ്പൂൺ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലെ കാമ്പ് മുഴുവൻ ഞാൻ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മസ്ക് മെലൻ മുഴുവൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള ഒരു 8 അണ്ടിപ്പരിപ്പും ഒരു 4 ഡേറ്റ്സും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഡേറ്റ്സിന്റെ കുരു കളയുക. ഇതും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കായയും കൂടി പൊടിച്ചെടുത്തതാണിത്. ഇതും നമുക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് തണുത്ത പാലാണ് ഇനി വേണ്ടത്. ഇത് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്താലും നന്നായിരിക്കും. നിങ്ങളുടെ മിക്സിയുടെ പവർ കുറവാണെങ്കിൽ അണ്ടിപ്പരിപ്പും ഡേറ്റ്സും ഒക്കെ അരിഞ്ഞു കിട്ടാൻ നല്ല പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പാൽ ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അവസാനം പാൽ ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പൊ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് ഫ്രഷ് ആയിട്ട് അടിച്ചു കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പാല് ചേർത്ത് ഇങ്ങനെ അടിച്ചു വെച്ചിരുന്നാൽ ഇതിനൊരു കയ്പ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ സമയത്തും ഉണ്ടാവാറില്ല, ചില സമയങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കുടിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.